നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. എന്തൊരു ആവേശക്കുറവുണ്ടോ? ഒട്ടും ആവേശം കുറയണ്ട. ഇന്നത്തെ മത്സരം ആഴ്സണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് പോരാട്ടം എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ രാത്രി ഇന്ത്യൻ സമയം 12:30 നടക്കുമ്പോൾ നല്ലൊരു പോരാട്ടം കാണാൻ കഴിയുമെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. 1-1 സമനിലയാണല്ലോ ആദ്യ പാദത്തിൽ. രണ്ടാം പാദത്തിൽ ഇരു ടീമുകളും മെയ് മറന്ന് പോരാടി ആര് ജയിക്കുന്നു നമ്മൾ ഉറ്റുനോക്കുമ്പോൾ സിമിയോണി വേറൊരു പണി കൂടി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഗ്രൗണ്ടിൽ മാത്രമല്ല പ്രശ്നം, ഹോട്ടലും പ്രശ്നമാണ്. സൂപ്പർസ്റ്റിഷൻ. കഴിഞ്ഞ തവണ ലണ്ടന് പോയപ്പോൾ ആഴ്സണലിനോട് ഒക്ടോബറിൽ കളിച്ചപ്പോൾ 4-0 തോറ്റല്ലോ. അന്നത്തെ സെയിം ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനായിരുന്നു ടീമിൻ്റെ പ്ലാൻ. പറ്റൂല, അവിടെ പോയി നിന്നപ്പോൾ തോറ്റതാണെന്ന് പറഞ്ഞിട്ട് ആൾ ഹോട്ടൽ മാറ്റി. ഇതിപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിയേഗോ സിമയോണി റിപ്പോർട്ടഡ്ലി ഓർഡേഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് ടു ചേഞ്ച് ദെയർ ഹോട്ടൽ ഇൻ ലണ്ടൻ അറ്റ് ദി ലാസ്റ്റ് മിനിറ്റ്. മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു സ്റ്റേ ഇൻ ദി സെയിം ഹോട്ടൽ വെയർ ദേ സ്റ്റേഡ് ഇൻ ദി ഒക്ടോബർ വെൻ ദേ ലോസ്റ്റ് 4-0 ടു ആഴ്സണൽ. പ്രസ് കോൺഫറൻസിൽ ഇത് ചോദിച്ചു. അല്ല, ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ പണി ഒപ്പിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഇത് അർജൻറ്റീൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഹാവ് ചേഞ്ച്ഡ് ഹോട്ടൽ ഇൻ ലണ്ടൻ ഡ്യൂ ടു ഡിയേഗോ സിമിയോണി സൂപ്പർസ്റ്റിഷൻ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചു സിമിയോണിയോട്, അല്ല ഇത് കേൾക്കുന്നുണ്ടല്ലോ, സംഭവം ശരിയാണോ? അപ്പോൾ സിമിയോണിയുടെ മറുപടി, ഞങ്ങൾ എടുത്ത പുതിയ ഹോട്ടലുണ്ടല്ലോ അത് ചീപ്പറാണ്, അതുകൊണ്ടാണ് ഞങ്ങളിത് ചേഞ്ച് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് പറഞ്ഞ ഉടനെ സിമിയോണി ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഗതി സൂപ്പർസ്റ്റിഷൻ കാരണം ഹോട്ടൽ മാറ്റിയതാണ്. സിമിയോണിയും അതുപോലെ ആൻറ്റോയിൻ ഗ്രീസ്മാനുമാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത്. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്ന അവസാന പ്രസ് കോൺഫറൻസ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഇനിയിപ്പോൾ UCL ഫൈനലിലേക്കൊക്കെ കടന്നു പോയാൽ ഇത് മാറുകയും ചെയ്യാം. എന്തും സംഭവിക്കാം. ഏതായാലും ഈ ഒരു കളിയിൽ തീർച്ചയായിട്ടും മികച്ചൊരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് എന്ന് തന്നെ ഇപ്പോൾ ഡിയേഗോ സിമിയോണി പറയുന്നുണ്ട്. അതേസമയം റഫറിങ്ങുമായി ബന്ധപ്പെട്ട് തനിക്ക് ആശങ്കകളൊന്നുമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഈ കളിയിൽ എന്തായാലും അലക്സാണ്ടർ സോർലോത്തിന് ആവശ്യമുണ്ട്. അത് 5 മിനിറ്റോ 10 മിനിറ്റോ 90 മിനിറ്റോ എന്നുള്ളതല്ല, അദ്ദേഹത്തെ എങ്ങനെയും കളിപ്പിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം സിമിയോണിയോട് 4-0 തോൽവി ഉണ്ടായല്ലോ ഒക്ടോബറിൽ, എന്ത് സംഭവിക്കും ചോദിച്ചാൽ, ഞങ്ങളിപ്പോൾ അന്ന് ഒക്ടോബറിൽ എന്താണ് ടീമിനുണ്ടായിരുന്ന അവസ്ഥ, അതിനേക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് എന്നുകൂടി സിമിയോണി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.